അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നതും എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണകൂടം ചെയ്യുന്നതുമായ കാര്യങ്ങൾ തമ്മിൽ ഒട്ടും പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം പശ്ചിമേഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു, 4-ാം ആഴ്ചയിലേക്ക് കടക്കാനായിട്ടുള്ളൊരു ഇതിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു, അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി 4 ആഴ്ച കൂടി വന്ന 5 എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതേ ഭാഷയിൽ അദ്ദേഹം ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് കഴിഞ്ഞു, നമ്മുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു, നമ്മളവിടുന്ന് പോരാണ് എന്നുള്ള ഭാഷയാണ്. എന്നാൽ നേരെ നമ്മൾ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമാൻഡർമാർ പറയുന്നതോ അതല്ലെങ്കിൽ അവരുടെ പീറ്റ് ഹെഗ്സത്ത് എന്ന ഡിഫൻസ് സെക്രട്ടറി ആവശ്യപ്പെടുന്നത് $200 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,000 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ കോടാനുകോടി രൂപയ്ക്ക് യുദ്ധത്തിന് വേണ്ടി കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചെങ്കിൽ എന്തിനാണ് ഈ $200 ബില്യൺ? ഒപ്പം തന്നെ ഒരു കപ്പൽ USS ട്രിപ്പോളി, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു, USS ട്രിപ്പോളി അതിന് സ്ട്രൈറ്റ് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കപ്പൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഇടത്തിൽ നിന്നും ഏകദേശം ഒരു 1.5-2 മണിക്കൂർ അപ്പുറയാണ് സാന്റിയാഗോ എന്ന് പറഞ്ഞ പ്രദേശം, സിറ്റി. വലിയൊരു സിറ്റിയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സിറ്റി ആയിട്ടാണ് സാന്റിയാഗോനെ അറിയപ്പെടുന്നത്. സാന്റിയാഗോ മെക്സിക്കോ ആയിട്ട് ബോർഡർ ഉണ്ട്, ടിഹുവാന എന്ന് പറഞ്ഞ ബോർഡർ ഉണ്ട് മെക്സിക്കോ എന്ന രാജ്യമായിട്ട്. ഒപ്പം തന്നെ ഒരു മിലിറ്ററി ടൗണാണ്. ഈ സാന്റിയാഗോയിൽ ഒട്ടനവധി മിലിറ്ററി ക്യാമ്പുകളുണ്ട്, ഞാൻ എപ്പോഴും സന്ദർശിക്കുന്നതാണ്. നോർത്ത് ഐലൻഡ് മിലിറ്ററി, മിരാമർ എന്ന് പറഞ്ഞ മെറീൻ ബേസ് ഉണ്ട്, ക്യാമ്പ് പെൻഡൽറ്റൺ ഉണ്ട്, അങ്ങനെ കൊറനാഡോ ഐലൻഡ്സും. അവിടെയാണ് കപ്പലുകൾ മുഴുവനും, ഒട്ടനവധി കപ്പലുകൾ 2-ാം ലോക മഹായുദ്ധം തൊട്ട് ആ പ്രദേശത്താണ് നങ്കൂരമിടുന്നത്, മിലിറ്ററി കപ്പലുകൾ, വിമാനവാഹിനികളൊക്കെ. പിന്നെ ഈസ്റ്റ് കോസ്റ്റിലാണുള്ളത്. അപ്പോൾ ഈ സാന്റിയാഗോയിൽ നിന്നും ഇപ്പം ട്രംപ് യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് 2ാമത്തെ മെറീൻസിനെയും കൊണ്ട് ക്യാമ്പ് പെൻഡൽറ്റനിൽ നിന്നാണെന്ന് തോന്നുന്നു യാത്രയിലാണ് ഇറാനെതിരെ. അപ്പം ഗ്രൗണ്ട് ഫോഴ്സസ് ഇറങ്ങുമെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. ഗ്രൗണ്ട് ഫോഴ്സസ് ഇറങ്ങാതെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ഉദ്ദേശിക്കേണ്ടത്, 48 മണിക്കൂർ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതം അറിയിച്ചു. നമ്മളിതൊക്കെ പറയുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് ചർച്ചകൾ സജീവമാണ്. ഖത്തർ മധ്യസ്ഥത്തിൽ നിൽക്കുന്നുണ്ട് ട്രംപിനെ അനുനയിപ്പിക്കാനായിട്ട്. അപ്പോൾ കാരണം നേതൃത്വ നിരയെ ഇസ്രായേലും അമേരിക്കയും അവസാനിപ്പിച്ചു. അയത്തുള്ള ഖമേനി തൊട്ട് അവിടെയുള്ള ലാരിജാനി തൊട്ട് 1ഉം 2ഉം പട്ടാള നിരയിലുള്ളവരെയൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് അമേരിക്കയോട് ചേരാൻ ആഗ്രഹമുള്ള പകുതി മനസ്സോടെ നിൽക്കുന്ന പെസഷ്കനോ ആയിരിക്കാം, മറ്റ് കമാൻഡർമാരെയൊക്കെ. കാരണം അതിനെ പറയുന്നത് ഇറാൻ്റെ മൊസൈക്ക് ഡിഫൻസ്, അതായത് ഈ സ്വതന്ത്രമായിട്ടുള്ള അനുവാദങ്ങൾ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ, അഥവാ തലപ്പത്തുള്ളവർ പോയാലും യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പട്ടാള മേധാവിമാർ, അതാത് മേധാവിമാർക്ക് അതാത് തീരുമാനമെടുക്കാനായിട്ടുള്ള, തലപ്പത്തേക്ക് വന്ന് ഇവിടെ അനുവാദം ചോദിക്കാതെ തന്നെ അടിക്കാനായിട്ടുള്ള, അവർക്ക് വേണ്ട ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന രീതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കമാൻഡർമാർ മിസൈലുകൾ തുറത്തുവിടുന്നു. അതിൽ 2 മിസൈലുകൾ 4000 മൈൽ ദൂരത്തേക്കുള്ള ഡിയാഗോ ഗാർസിയോ, ഇന്ത്യക്ക് താഴെ മാൽദീവ്സിന് താഴെയായിട്ട് കിടക്കുന്ന ഡിയാഗോ ഗാർസിയോ എന്ന UK-യും US-ഉം കൂടി നടത്തുന്ന ബേസിലേക്ക് 2 മിസൈലുകൾ വിട്ടു. ഒരെണ്ണം വഴിയെ വെച്ച് നിർവീര്യമായി പോയി. ഒരെണ്ണത്തിന് അവിടെ ഉണ്ടായിരുന്ന നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പൽ തകർത്തു എന്നാണ് അമേരിക്ക പുറത്തുവിടുന്ന ഭാഷ്യം. പക്ഷേ ഡിയാഗോ ഗാർസിയയിൽ ആക്രമണം നടന്നു എന്ന് ഇറാനും അങ്ങനെ കാണിക്കുന്നില്ല. ഉണ്ടെങ്കിൽ സാറ്റലൈറ്റ് ഇമേജസ് കാണിക്കാമായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതേതോ കമാൻഡർ ഇത് വിട്ടതാണ്. ഒപ്പം തന്നെ ഇപ്പം ഈ 41 പക്ഷി വെടിനിർത്തൽ ഉണ്ടായിക്കൂടുകയില്ല, അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ 460 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അത് എവിടെയാണെന്ന് അതിൻ്റേതായ ഒരു രീതിയിൽ എത്തിക്കേണ്ടി വരും. ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചടക്കുകയോ, അല്ലെങ്കിൽ ഭരണതലത്തിൽ തന്നെ അധികാരത്തെ, ഒരു പക്ഷേ ഖത്തർ ഇപ്പോൾ സംസാരിക്കുന്നത് ഇറാനിയൻ പ്രസിഡൻറ്റ് പെസഷ്കനായിട്ടായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ
ഒരു പക്ഷേ അമേരിക്ക ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിച്ച പോലെ വെനിസ്വേലയിൽ മദൂരോനെ പിടിച്ചു കൊണ്ടുവന്നു. തൊട്ട് പിന്നെ ഇതിലുള്ള ദിവസം ട്രേസി റോഡ്രിഗസ് എന്ന സ്ത്രീ അവിടുത്തെ മദൂരയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് നിന്നോളാം, എന്താ വേണ്ട വെച്ചാൽ ട്രംപിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാമെന്നുള്ള രൂപത്തിൽ ആണ് ആ സ്ത്രീ അധികാരം ഏറ്റെടുത്തു. ഈ കഴിഞ്ഞ ദിവസം CIA ഏജൻ്റായിട്ട് ചർച്ച നടത്തി. പിന്നെ ഇവിടുത്തെ കൊമേഴ്സ് സെക്രട്ടറി, അവിടുത്തെ എണ്ണ, പണ്ട് അമേരിക്കനെ പറ്റിച്ചതാണ് ഷെവറോൺ എണ്ണ കമ്പനീനെയൊക്കെ പറ്റിച്ചതാണ് ഹ്യൂഗോ ഷാവേഴ്സ് എന്ന അവിടുത്തെ പ്രസിഡന്റ്. അതിനുശേഷം മധുരോനെ പിടിച്ചുകൊണ്ടുവന്ന് മധുരോ ഇപ്പോൾ ന്യൂയോർക്ക് ജയിലിലിരുന്നിട്ട് എല്ലാ രഹസ്യ വിവരവും അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. റഷ്യയായിട്ട് ബന്ധപ്പെട്ട് ചൈനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മധുര പ്രതീക്ഷിക്കാത്ത. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ മധുരയ്ക്ക് സുഖമായിട്ട് അമേരിക്കയിൽ വസിക്കാനായിട്ട് ഉള്ള അത്ര വലിയ പീഡനങ്ങളൊന്നും ഏൽക്കാണ്ട് ശിഷ്ടകാലം ന്യൂയോർക്കിൽ ഒരു ജയിലിൽ കഴിയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെതിരെ ഡ്രഗ് കടത്തിയതിനുള്ള കേസുണ്ട്. അദ്ദേഹം നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കൊക്കൈൻ പോലെയുള്ള ഇതുകൾ അമേരിക്കയിലേക്ക് കടത്തിയതിനും പിന്നെ ആയുധങ്ങൾക്കെതിരെയുള്ള കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ജീവപര്യന്തം കിട്ടുന്ന കേസുകളാണ്. അപ്പം നേരെ താഴെയുള്ള ട്രേസി റോഡ്രിഗസ് എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞു, ഇനി നിങ്ങൾ പറയുന്നതും കേട്ട് ഞാൻ അമേരിക്കയ്ക്ക് ഗുണമായി. ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കും ഗുണം വന്നു. കാരണം അവിടെ ഉപരോധം മൂലം പണം ദാരിദ്ര്യത്തിൽ, എന്നാലോ ഈ സ്വർണം കാക്കുന്ന എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഇഷ്ടംപോലെ എണ്ണയാണ്. ആ എണ്ണ വിറ്റ് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഉപകാരത്തിൽപ്പെടാത്ത രീതിയിൽ കഴിഞ്ഞ ഏകദേശം ഒരു 10, 30, 40 വർഷം ഈ രാജ്യം മുന്നോട്ട് പോകായിരുന്നു. ഇവരുടെ കമ്മ്യൂണിസവും മധുരവും ഹൂഗോ ഷാവേഴ്സും കൂടി. ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അവസരങ്ങൾ വരാൻ പോവാണ്. അത് ട്രംപ് അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അധികം ഇതൊന്നുമില്ലല്ലോ. ഒറ്റ ആ ഒരു ഇവിടെ ചെല്ലുന്നു, മധുരയുടെ കൊട്ടാരത്തിൻ്റെ മേലെ ചെല്ലുന്നു, ഒരു ഹെലികോപ്റ്ററുകളൊക്കെ ആയിട്ട് മധുരനെ പിടിക്കുന്നു, പോരുന്നു. അവിടെ ട്രേസി റോഡ്രിഗസിനെ. അതുപോലെ ഇറാനിൽ ഒരു പക്ഷേ പെസഷ്കൻ എല്ലാത്തിനും, കാരണം എല്ലാവരും പോയി, ഇനി പെസഷ്കൻ്റെയിലായിരിക്കും അധികാരം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെസഷ്കനെ കൊല്ലാതെ വിട്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്കയും ഇസ്രായേലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി അവിടെ വിഭജിച്ചു. അവർ ജനറൽമാർ ഇവരോട് ഇത് ചെയ്യുന്നവരുണ്ട്. ഇനി വളരെ ചുരുക്കം ജനറൽമാർ മാത്രമാണ് ഇറാൻ്റെ ഉള്ളിൽ ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന യുദ്ധം ചെയ്യണം എന്നുള്ള വികാരമുള്ളവർ. അപ്പം അവരെയും കൂടിയും ഒരുവിധം തീർന്നു എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഒരു പക്ഷേ ട്രംപ് പറഞ്ഞത് അതിൻ്റെ പേരിൽ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് പെസഷൻ പറയണം, ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് കേട്ട് ഇറാൻ ഭരിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം അവിടെ അവസാനിക്കാനാണ് സാധ്യത. പിന്നെയുള്ളത് എതിർത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ, കുറച്ച് മിലിറ്ററി ജനറൽമാരെ ഇല്ലാതാക്കുകയോ വകവരുത്തുകയായിരിക്കും. അത് എളുപ്പമാണ്. അവരതല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിന് വരെ കോംപ്രമൈസ് ആകുകയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇറാൻ്റെ നേതൃത്വം തകർന്നു കഴിഞ്ഞു. ഒരു പക്ഷേ ഈ മെറീൻസിനെ കൊണ്ടുവരുന്നത് ആ ഗ്രൗണ്ട് ഓപ്പറേഷൻ വഴി ചെന്നിട്ട് ഇനിയുള്ള എതിർത്ത് നിൽക്കുന്നവരെ തീർക്കുന്നതിനായിരിക്കാമെന്ന് ഇത് ചെയ്യാം. പക്ഷേ ട്രംപ് പറയുന്നതായിട്ട് വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ട്രംപ് പറഞ്ഞത് യുദ്ധം തീർന്നു, അവസാനിച്ച്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ 200 ബില്യൺ വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നു. പക്ഷേ സെറ്റിൽമെൻ്റ് ആകോ എന്നുള്ളതാണ്. കാരണം എന്നിരുന്നാൽ മാത്രമേ ഈ ഹോർമുസ് കടലിടുക്ക് തുറന്ന് ഇപ്പോൾ എണ്ണ വില നിയന്ത്രിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സമാധാനപരമായിട്ടുള്ളൊരു ലോകം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. യുദ്ധം തീരുമെന്ന് നമുക്ക് ചിന്തിക്കാം.